പൂഞ്ഞാറിലുള്ള സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിന്റെ മുമ്പിലാണ്. ഇവിടെയാണ് ഇന്നലെ യുവവൈദികനെ ഒരു കൂട്ടം യുവജനങ്ങൾ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഈ ദേവാലയത്തിന്റെ മുൻവശത്താണ്. ഇന്ന് ഇവിടെ ഇപ്പോൾ ഫെറോന വൈദികരുടെ നേതൃത്വത്തിൽ ഈ ദേവാലയത്തിന്റെ മേടയിൽ ഇപ്പോൾ നിർണായകമായ ഒരു വൈദികരുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ പാലാ രൂപതയിൽ അഭിമന്യ രൂപതാ മെത്രാന്റെ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിന്റെ ആഹ്വാനപ്രകാരം പ്രാർത്ഥനാ ദിനമായി ആചരിക്കുകയാണ്. ഒപ്പം എല്ലാ ദേവാലയങ്ങളിലും പൊതുയോഗം കൂടി ഈ ഒരു ആക്രമണത്തിനെതിരെ വൈദികനെതിരെയുള്ള വധശ്രമത്തിനെതിരെ പ്രമേയം പാസാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 56ഓളം പേര് 8-9 കാറുകളിലും ബൈക്കുകളിലുമായി വന്നിട്ടാണ് യുവവൈദികനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് പിന്നിൽ എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്നാൽ മുഴുവൻ പേർക്കെതിരെയും കണ്ടെത്താനായിട്ടില്ല. പോലീസ് കേസെടുത്തിട്ടില്ല. അതിനെതിരെ വലിയൊരു പ്രതിഷേധം ഈ ഇടവകയിലും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് സർവകക്ഷി യോഗം ഈരാറ്റുപേട്ടയിൽ വെച്ച് നടത്തി. പക്ഷേ ഈ ദേവാലയത്തിൽ നിന്ന് ആരും തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നില്ല, പങ്കെടുത്തിരുന്നില്ല. മറ്റൊരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ സർവകക്ഷി യോഗത്തിലാണെങ്കിൽ തന്നെയും ഈ പൂഞ്ഞാർ ഇടവകയും ഇവിടുത്തെ വികാരി അച്ഛന്മാരെയും ഇവിടുത്തെ ജനങ്ങളെല്ലാം വർഗീയവാദികളായി ചിത്രീകരിക്കുന്ന രീതിയിലേക്കായിരുന്നു സർവകക്ഷി യോഗം നടന്നതും. ഇതിനൊക്കെ എതിരെയും അവരുടെ പ്രതിഷേധവും സങ്കടവും വിഷമമൊക്കെ രേഖപ്പെടുത്തുന്നതിനായിട്ട് ഇന്ന് വൈദികർ ഈ ഫെറോന ദേവാലയത്തിലെ വൈദികരെല്ലാവരും കൂടി ഇന്ന് വികാരി ജനറലുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു നിർണായകമായ സമ്മേളനം ചേരുകയാണ്. എന്തായാലും ഈ ഒരു വിഷയം, ഈ വൈദികന്റെ ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ, വൈദികനെതിരെയുള്ള ഈ ആക്രമണത്തിന് പിന്നിൽ കുറച്ച് നാളുകളായി ഈ ദേവാലയത്തിൽ ഇതുപോലുള്ള യുവജനങ്ങൾ കടന്നു വന്ന് ഈ ദേവാലയത്തിന് മുമ്പിൽ ഇവിടുത്തെ ക്രൈസ്തവ യുവജനങ്ങൾക്കെതിരെയും ചില ആക്രമണം നടത്തുന്നതിൻ്റെയും ചില നീക്കങ്ങൾ നടക്കുന്നതായി മുന്നറിയിപ്പ് ഈ വൈദികൻ ഇവിടുത്തെ യുവജനങ്ങൾക്ക് നൽകിയിരുന്നു. അതിനെക്കുറിച്ച് ആ കാരണത്താലൊക്കെ തന്നെ വൈദികനെ സ്കെച്ചിട്ട് തന്നെയാണ് എന്നാണ് ഇവിടെയുള്ളവരും ഈ പ്രദേശത്തുള്ളവരെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കരുതിക്കൂട്ടിയുള്ള ഒരു ആക്രമണമായിരുന്നു, ഒരു കരുതിക്കൂട്ടിയുള്ള വധശ്രമം തന്നെയായിരുന്നു ഇത് എന്നാണ് ഇടവക ജനങ്ങളും പറയുന്നത്.